എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഇവിടെ നടക്കുന്ന ഈ ബാർ ഡാൻസ് സ്പാ ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്സും മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? ഇപ്പൊ എന്താ പറഞ്ഞ? ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ എങ്ങനെ അളിനതൊന്നുകൂടി പറഞ്ഞേ. ഏത്? ഇപ്പൊ പറഞ്ഞില്ലേ? ഹോ, മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഈ സ്വർണ്ണം കിടത്തുന്ന ഈ സ്വർണ്ണം കിടത്തുന്ന എങ്ങനെയാണ്? കോണ്ടത്തിന്റെ ഉള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിന്റെ ഉള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചുവന്ന കളർ ഒഴിച്ച് ഒട്ടിച്ച് ഷഡിയിൽ ഒട്ടിച്ച് വിടും. ഇതൊക്കെ എന്ത്? ഈ ഡാൻസ് ബാർ എന്ന് പറയുന്നതും സ്പാ എന്ന് പറയുന്നതും ഒക്കെ വെറും പെൺവാണിഭവും സ്വർണ്ണക്കടത്തും അതുപോലുള്ള മറ്റേ ഡ്രഗ്സ് മാഫിയയും മാത്രമാണ്. ആണല്ലോ. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. അതായത് വേശ്യാവൃത്തി. എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങ പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നുണ്ട് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാല് ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടുപോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിണ്ട്, നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്ര സ്പെഷ്യൽ സംഭവമാണെന്നും പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാര് ഇവളെ ഇവിടെ ഇറക്കിയേക്കണത്. ആ ചേച്ചി പണ്ടൊന്നും മദിരാശി പോയതാണ്. എന്തിന്? നടിയാവാനായിട്ട്. വെറുതെ ആയി ഈ അടി പിടി വെടി. ഇതാണല്ലോ സിനിമ. പുല്ല് തിന്നുന്ന ക്ലാവായിട്ട് പോയി പാലിക്കുന്ന പശുവായിട്ട് വന്നു. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഒരു ഡേസിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാര് ഇവിടെ ഇറക്കിയേക്കണത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പും. വെറുതെ പോരടിച്ചിപ്പ സമയം കളയാൻ ഒരു തമാശക്ക് ഞാൻ വെറുതെ ഇവിടെ ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കണത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും എത്ര 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരണത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന് നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്തിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് മിണ്ടാതിരിക്കണം. ഇപ്പൊ ഇതേ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.